ചരിത്രപ്രസിദ്ധമായ ഇരുമേലി പേട്ടതുള്ളിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ അമ്പലപ്പുഴ സംഘം ചരിത്രപ്രസിദ്ധമായ പേട്ടതുള്ളിൽ നിർവഹിച്ചു. മാനത്ത് തെളിയുന്ന നക്ഷത്രം സാക്ഷിയാക്കിയിരുന്നു ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളിൽ. ഇവരുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ്. മിഥുൻ, ചരിത്രപ്രസിദ്ധമായ ആഘോഷ നിറവിൽ പേട്ടതുള്ളിൽ മറ്റു വിവരങ്ങൾ കൂടി. സുരേഷ്, ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മറ്റ് ആചാരക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് കൊച്ചമ്പലത്തിൽ നിന്ന്, അതായത് പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വർണ്ണാഭവും അതുപോലെ തന്നെ വാദ്യമേളങ്ങളുടെ അഴകമ്പടിയോടും കൂടിയുള്ള പേട്ടതുള്ളലാണ് ഇപ്പോൾ ആലങ്ങാട് സംഘത്തിൻ്റെതായി ഇപ്പോൾ എരുമേലി പേട്ട ക്ഷേത്രത്തിൽ നിന്ന്, പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുന്നത്. രാവിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന്, അമ്പലപ്പുഴ ദേശത്തിന്റെ പേട്ട തുള്ളൽ നടന്നിരുന്നു. ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. തുടർന്ന് അവർ വാവരുപള്ളിയിലേക്ക് പ്രവേശിക്കുകയും വാവരുപള്ളി പ്രദക്ഷിണം വെച്ച് വലിയ അമ്പലത്തിലേക്ക്, എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തുകയും ചെയ്തു. അവരുടെ പേട്ടതുള്ളൽ ഉച്ചയോടുകൂടി തന്നെ അവസാനിച്ചിരുന്നു, ഉച്ചയ്ക്ക് ശേഷം അവസാനിച്ചിരുന്നു. ഇപ്പോഴിതാ ഗജവീരന്മാരോട് കൂടിയ ഒരു എഴുന്നള്ളിപ്പായിരുന്നു അമ്പലപ്പുഴ സംഘത്തിൻ്റെതുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഒരാനപ്പുറത്തുള്ള എഴുന്നള്ളിപ്പോട് കൂടിയ പേട്ടതുള്ളലാണ് ഇപ്പോൾ ആലങ്ങാട് സംഘത്തിൻ്റെതായി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളുന്നത്. അവിടെ നിന്ന് ആരംഭിക്കുന്നത് വാദ്യമേളങ്ങളും അതുപോലെ തന്നെ കലാരൂപങ്ങളും മറ്റു കലാരൂപങ്ങളും തെയ്യക്കോലങ്ങളും എല്ലാമായാണ് ഇപ്പോൾ ഈ പേട്ടതുള്ളൽ, പരമ്പരാഗതമായിട്ടുള്ള പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. നമുക്കറിയാം, ചരിത്രപ്രസിദ്ധവും ഐതിഹ്യപ്രധാനവുമാണ് എരുമേലിയിലെ അമ്പലപ്പുഴ അതുപോലെ തന്നെ ആലങ്ങാട് ദേശങ്ങളുടെ, ആലങ്ങാട് സംഘങ്ങളുടെ പേട്ട എഴുന്നള്ളിപ്പുകൾ എന്നുള്ളത്. നമുക്കറിയാം, ഉദയനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിന് അയ്യപ്പന്റെ സൈന്യത്തിൽ അംഗങ്ങളായിരുന്ന ആലങ്ങാട് സംഘത്തിനെയും അതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘത്തിനെയും അനുസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴും ഈ പേട്ടതുള്ളൽ നടക്കുന്നത് എന്നത്. അതിൻ്റെ ഇപ്പോഴും അത്തരത്തിലുള്ള പേട്ടതുള്ളൽ അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് പേട്ടതുള്ളൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ ഐതിഹ്യ പെരുമ ചോരാതെ ആചാരപ്പെരുമയോടുകൂടി ആണ് എഴുന്നള്ളിപ്പുകൾ, പേട്ടതുള്ളൽ ഇപ്പോഴും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പേട്ട ചെറിയമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്, അതായത് പേട്ടതുള്ളൽ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ആചാര അനുഷ്ഠാനങ്ങളുടെ വലിയ ആഘോഷ നിറവിലാണ് ഈ പേട്ടതുള്ളൽ. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കുമുണ്ട്. അന്യസംസ്ഥാനങ്ങളിലടക്കമുള്ള വന്നെത്തിയ ഭക്തരടക്കം ഈ ഒരു പേട്ടതുള്ളലിൻ്റെ ഭാഗമാവുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷാ സംവിധാനങ്ങളുമാണ് ബന്ധപ്പെട്ടവർ ഒരുക്കിയിട്ടുമുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും വലിയ സജ്ജീകരണങ്ങൾ തന്നെയാണ് എരുമേലിയിലെ പരമ്പരാഗതമായിട്ടുള്ള ഈ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ആലങ്ങാട് സംഘത്തിൻ്റെയും അതുപോലെ അമ്പലപ്പുഴ സംഘത്തിൻ്റെയും പേട്ടതുള്ളലുമായി ഒരുക്കിയിരുന്നത്. പ്രാദേശിക അവധി പ്രഖ്യാപിച്ചും ഗതാഗത നിയന്ത്രണങ്ങളുമെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിൽ കൂടുതൽ പോലീസുകാരെ പേട്ടതുള്ളൽ പ്രമാണിച്ച് വിന്യസിച്ചിരുന്നു. മണ്ഡലകാല ആരംഭത്തോടുകൂടി തന്നെ എരുമേലി ഭക്തജനങ്ങളാൽ സമ്പന്നമായിരുന്നു, സജീവമായിരുന്നു. ദിനേന നടക്കുന്ന പേട്ടതുള്ളൽ, കന്യയ്യപ്പന്മാരുടെ പേട്ടതുള്ളൽ, ഈ ചെറിയ അമ്പലത്തിൽ നിന്ന് വലിയ അമ്പലത്തിലേക്ക് പേട്ടതുള്ളൽ തുടർന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ഈ ദിനത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ധനു 27-ന് പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യ വിധി പ്രകാരമുള്ള ഈ പേട്ടതുള്ളൽ, ആലങ്ങാട് അമ്പലപ്പുഴ ദേശങ്ങളുടെ പേട്ടതുള്ളൽ ധനു 27-ന് വർഷാവർഷം നടക്കുന്നത്. അതിനുവേണ്ടി വലിയ സജ്ജീകരണങ്ങളും വലിയ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം അതുമാത്രമല്ല, ആഘോഷത്തിന്റെ കൂടി ഒരു സമയമാണ് ഈ പേട്ടതുള്ളൽ എന്ന് പറയുന്നത്. ആ ഒരു ഉദയനെ വധിച്ചതിന്റെ ഒരു സ്മരണാർത്ഥവും അതുപോലെ തന്നെ അയ്യപ്പന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഈ ഇരു സംഘങ്ങളെയും അനുസ്മരിച്ചുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ നേരത്തുള്ള ആലങ്ങാട് ദേശവും അതുപോലെ തന്നെ അമ്പലപ്പുഴ സംഘവും
ഇവിടെ പേട്ട തുള്ളുന്നത്. ആ ചരിത്ര പ്രാധാന്യം, ഐതിഹ്യ പ്രാധാന്യം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അവയുടെ ചരിത്ര സ്മരണകൾ നിലനിർത്തിക്കൊണ്ടുള്ള ആഘോഷങ്ങളും ആചാരക്രമങ്ങളൊക്കെ തന്നെയാണ് എരുമേലിയിൽ നടക്കുന്നത്. വാദ്യഘോഷങ്ങളുടെ പെരുക്കത്തിൽ ഭക്തജനങ്ങളെല്ലാം തന്നെ ആറാടുന്ന കാഴ്ചയാണ് എരുമേലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എരുമേലി വാവൂര് പള്ളിയുടെയും അതുപോലെ തന്നെ പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും ഇടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഭക്തജനങ്ങൾ ഈ എരുമേലി പേട്ടത്തുള്ളലിൽ ഭാഗഭാക്കാകുന്നു. രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. മണ്ഡലകാല തോടുകൂടി തന്നെ ഈ വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ അയ്യപ്പന്മാരാൽ തന്നെ സജീവവും തിരക്കും നിറഞ്ഞതായിരുന്നു എരുമേലി. ഇന്ന് പേട്ടത്തുള്ളൽ പ്രമാണിച്ച്, പരമ്പരാഗതമായിട്ടുള്ള ഈ പേട്ടത്തുള്ളൽ പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കിയിരുന്നു. ഭക്തജന തിരക്കും ഏറിയിരുന്നു. ഇപ്പോൾ അതിൽ ആലങ്ങാട് ദേശത്തിൻ്റെ പേട്ടത്തുള്ളലാണ് ഇപ്പോൾ ചെറിയ അമ്പലത്തിൻ്റെ കവാടം വിട്ട് പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ന് ഇനി പേട്ടതുള്ളൽ ഇനി വലിയ അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. അതിനിടെ വാവൂര് പള്ളിയിലേക്ക് കൂടി പ്രദർശനം നടത്തിയതിനു ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള പേട്ടതുള്ളൽ പുരോഗമിക്കുക. ഏതായാലും ആചാര പെരുമയെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള രീതികളെല്ലാം തന്നെ സംരക്ഷിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആഘോഷത്തിലും വർണ്ണപ്പൊലിമയ്ക്കുമെന്നും ഒട്ടും കുറവ് വരുത്താതെയുള്ള ആഘോഷങ്ങൾ തന്നെയാണ് എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എരുമേലി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാചീന കലാരൂപങ്ങളും അതുപോലെ തന്നെ തെയ്യക്കോലങ്ങളും കാവടിയും മേളവുമെല്ലാം ആയിക്കൊണ്ടുള്ള, അതുപോലെ തന്നെ മറ്റ് ഉടുക്കുകൊട്ടിപ്പാട്ടുകളും എല്ലാം ആയിക്കൊണ്ടുള്ള ഇവയുടെ എല്ലാം അകമ്പടിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ആലങ്ങാട് ദേശത്തിൻ്റെ പേട്ടതുള്ളൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തി നിർഭരമായി പേട്ടതുള്ളൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഥുനയ്യപ്പനാണ്.